എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകനന്ദയുടെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണുന്നത് അരുണ് ഗൗതമിനെ കാണാനായിട്ട് മുറിയിലേക്ക് ചെല്ലുവാണ്. കാരണം നന്ദേനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദ കൂടുതലൊന്നും പറഞ്ഞില്ല. പക്ഷെ എന്തോ ഏതോ അവരുടെ ഇടയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. എന്ത് കാര്യമാണെന്ന് മാത്രം അരുണിന് അറിയില്ല. അങ്ങനെ രണ്ടും കൽപ്പിച്ച് നേരെ ഗൗതമിന്റെ മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം എന്താണെന്ന് ചോദിക്കുക. എനിക്ക് ഗൗതമേട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ട്, ഒന്ന് പുറത്തേക്ക് വരാമെന്ന് ചോദിക്കണം. അങ്ങനെ ഗൗതമിനെ വിളിച്ചോണ്ട് അരുണ് പുറത്തേക്ക് പോവാണ്. പിന്നീട് എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്, കാര്യം എന്താന്ന് ചോദിക്കണം. അത് പിന്നെ എനിക്ക് സംസാരിക്കാനുള്ള നന്ദേനെ കുറിച്ചാന്ന് പറയണം. നന്ദേനെ കുറിച്ചോ? അവളെ കുറിച്ച് എന്തിനാണ് നീ എന്നോട് പറയണമെന്ന് ചോദിക്കാം. അത് പിന്നെ ഗൗതമേട്ടനോടല്ല, ഞാൻ വേറെ ആരുടെ പറയണേ. ഗൗതമേട്ടന്റെ ആദ്യ ഭാര്യയായിരുന്നല്ലോ നന്ദ. അപ്പൊ പിന്നെ ഗൗതമേട്ടനോടല്ലേ പറയണ്ടേന്ന് ചോദിക്കും. അതെ, എനിക്ക് അവളെ കുറിച്ച് ഒരു കാര്യം കേൾക്കാൻ വേണ്ട, ഒന്നും പറയാനില്ലെന്ന് പറയണം. ഇത് കേട്ടതും അരുൺ പറഞ്ഞു, അതങ്ങനെ അങ്ങോട്ട് പറഞ്ഞു ഒഴിഞ്ഞു മാറിയിട്ട് കാര്യമുണ്ടോ ഗൗതമേട്ട? ഗൗതമേട്ടൻ ഞാൻ പറയുന്നത് കേൾക്കാൻ പറയണം. നീ എന്ത് പറയുന്ന? ഞാൻ നന്ദേനെ കണ്ടായിരുന്നു പറയാം. എന്നിട്ടോ അവൾ എന്തേലും പറഞ്ഞു എന്ന് ചോദിക്കും. ഒന്നും പറഞ്ഞില്ല, നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്താ നിങ്ങൾ ഒരു പക്ഷേങ്കിൽ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമോ കാണത്തുള്ളൂ. എന്താണെങ്കിലും തുറന്നു പറ ഗൗതമേട്ട, എന്നോടെങ്കിലും തുറന്നു പറ. ഇനി സംസാരിച്ച് തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ നന്ദിയോട് പോയി സംസാരിക്കാന്ന് പറയാം. ഇത് കേട്ടതും ഗൗതം പറഞ്ഞു, എന്ത് സംസാരിക്കാന്ന്? അതൊന്നും നടക്കുന്ന കാര്യമില്ല, നിനക്കറിയാലോ. ഇപ്പം നന്ദ പഴയ ആളൊന്നും അല്ലെന്ന് പറയണം. അതൊക്കെ ഗൗതമേട്ട വെറും തോന്നൽ മാത്രമാണ്. എനിക്ക് അങ്ങനെ തോന്നില്ല എന്ന് പറയണം. കാരണം ഞാൻ നന്ദനെ കുറെ കാലം കണ്ടല്ലേ, എനിക്ക് അവരുടെ സ്വഭാവത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന. അങ്ങനെ ഒരു ആരെയും വന്ന് വിളിച്ച ഉടനെ പോകുന്നൊരു സ്വഭാവക്കാരിയല്ല നന്ദയെന്ന് പറയാം. അതൊക്കെ പണ്ട്. പക്ഷേ എങ്കിൽ നന്ദനെ കുറിച്ച് അവരുടെ അവിടെയുള്ള ഒരു മുനിസിപ്പൽ ചെയർപേഴ്സൺ ഇവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ടാൽ അറക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷെ നീയും കൂടെ ഇവിടെ ഇല്ലാതെ പോയി. അങ്ങനെ എന്തായാലും നീ കേട്ടായിരുന്നെങ്കിൽ നീ നന്ദനെ വെറുത്തു പോയനെന്ന് പറയണം. ഇത് കേട്ടപ്പം അരുണ് പറഞ്ഞു, എന്തൊക്കെയാ ഗൗതമേട്ട പറയണമെന്ന് ചോദിക്കുകയാണ്. പിന്നീട് മഞ്ജുള വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ പറയണം. അതുമാത്രമല്ല, ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. നിർമ്മലാണ് അവളുടെ ഭർത്താവ്, നിർമ്മലിന്റെ അവളുടെ കുഞ്ഞാണ് ഗൗരി എന്ന് പറയണം. ഇത് കേട്ടതും ഒരു നിമിഷം അരുൺ ചോദിച്ചു, എന്തൊക്കെയാ ഗൗതമേട്ട ഈ പറയണേ? അല്ല നന്ദയ്ക്ക് പ്രസവിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ മുമ്പ്, പക്ഷെ ഇപ്പോഴങ്ങനെയൊന്നും അല്ല. അവരുടെ കുഞ്ഞാണ് ഗൗരി എന്ന് പറയാണ്. ഇത് കേട്ടതും അരുൺ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു, എനിക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യമാണോന്ന് ചോദിക്കും. സത്യം തന്നെയാ. അതിനെ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും അതിനെ ചൊല്ലി വഴക്കുണ്ടാക്കി. ഇനിയിപ്പോൾ ഒരു കാരണവശാലും എൻ്റെ കുഞ്ഞിനെ ഞാൻ അവളുടെ അടുത്തേക്ക് വിടാനായിട്ട് പോകുന്നില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പം അരുണിന് എന്തോ എവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. എന്താ ഇങ്ങനെയൊന്നും ഒരിക്കലും വരാൻ വഴിയുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ നിർമ്മലിനോട് ചോദിക്കുകയാണെങ്കിൽ സത്യാവസ്ഥയൊക്കെ അറിയാൻ കഴിഞ്ഞേക്കും എന്നൊരു ചിന്തയൊക്കെ അരുണിന്റെ മനസ്സിലേക്ക് ഉണ്ടാവുന്നുണ്ട്. ഈ സമയം ഗൗതം ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി എന്തൊക്കെ വന്നാലും നന്ദയുടെ അടുത്തേക്ക് മോനെ വിടുന്നില്ല എന്ന്. പിന്നീട് പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പം നന്ദോട്ടൻ പറഞ്ഞു, അതെ പോവണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വരുവാണ് പിങ്കിയുടെ അടുത്തേക്ക്. പിങ്കി പറഞ്ഞു, എന്താ ശരി, ഞാൻ മോനെ റെഡിയാക്കാന്നൊക്കെ പറയണം. അങ്ങനെ നന്ദുവിനെ റെഡിയാക്കിയിട്ട് നന്ദയുടെ അടുത്തേക്ക് കൊണ്ടായിട്ട് ഇറക്കിക്കൊണ്ട് വരുമ്പോഴത്തേനും ഗൗതം പറഞ്ഞു, വേണ്ട, ഇന്ന് മുതൽ നന്ദുവിനെ ഒരിടത്തേക്കും വിടുന്നില്ല എന്ന് പറയണം. ഗൗതം എന്തായി പറയണേ? നന്ദുവിനെ വിടുന്നില്ലെന്നോ? അപ്പൊ അവന് റേസിംഗ് കോമ്പറ്റീഷൻ പങ്കെടുക്കണ്ടേ? അവന്റെ കാല് ശരിയാവണ്ടെന്ന് ചോദിക്കും. അതെ, അവർ റേസിംഗ് കോമ്പറ്റീഷനൊക്കെ പങ്കെടുത്തോളും. പക്ഷെ അവനെ നന്ദയുടെ അടുത്തേക്ക് വിട്ടിട്ട് ഒരു കോമ്പറ്റീഷനിലും പങ്കെടുപ്പിക്കേണ്ടെന്ന് പറയാം. എന്താ ഗൗതം ഇങ്ങനെ മോനെ വെച്ചാണ് കളിക്കണമെന്ന് ചോദിക്കും. എന്തേലും വാശിയും വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് വലിയവർ തമ്മിലാണെങ്കിൽ അത് പറഞ്ഞു തീർക്കാം. അതിന് കുഞ്ഞിനെ വെച്ച് കളിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കാം. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിനി കൂടുതലൊന്നും പറയാനില്ലെന്ന് പറയണം. നന്ദുവിനെ ഒരിടത്തേക്കും കൊണ്ടോണ്ട, മോൻ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് നന്ദുവിനെ പിടിച്ചോണ്ട് അങ്ങോട്ട് പോകണം. നന്ദുവിന് ആ പടം വല്ലാത്ത സങ്കടമായിപ്പോയി. നന്ദു ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത്. പിന്നീട് നന്ദു പറഞ്ഞു, പപ്പ എനിക്ക് പോകണം എന്നൊക്കെ പറയണം. വേണ്ട, നീ ഇപ്പൊ പോകണ്ട. ഇപ്പൊ നിന്റെ കാലിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നീ ഇവിടെ ഓടിയാലൊക്കെ മതി. പപ്പായ ഉണ്ടല്ലോ, പിന്നെ എന്താ നിനക്ക് ഇത്ര സങ്കടം എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നെ നന്ദുവിന്റെ വിഷമം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം പറഞ്ഞു, മോൻ വിഷമിക്കണ്ട, മോനെ റേസിംഗ് കോമ്പറ്റീഷൻ പങ്കെടുക്കാനൊക്കെ പറ്റും, ഈ പപ്പായല്ലേ പറയണമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പിന്നീട് നന്ദുവിനെ ഒന്ന് സമാധാനിപ്പിച്ച് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്ദുവിന് 2 ജോഡി സ്പോർട്സ് ഷൂ ഒക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട്. പറഞ്ഞിട്ട് പറഞ്ഞ്, ഇതിട്ടുകൊണ്ട് വേണം മോനെ റേസിംഗ് കോമ്പറ്റീഷൻ പങ്കെടുക്കാൻ എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം നന്ദുവിന് പിന്നെ കുറച്ച് സന്തോഷമൊക്കെ ആയി. എന്നാലും നന്ദുവിൻ്റെ മനസ്സിൽ നന്ദയുടെ ഗൗരിയുടെ അടുത്തേക്ക് പോകാത്തതിൻ്റെ ഒരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഗൗരിക്കും ഭയങ്കര വിഷമമായിരുന്നു നന്ദു വരാത്തോണ്ട്. നന്ദുവിനെക്കുറിച്ച് 2-3 വട്ടം നന്ദയോട് ചോദിച്ചു. അപ്പം നന്ദയോട് ചോദിച്ചപ്പോൾ നന്ദ പറഞ്ഞു, എനിക്കറിയില്ല, അവൻ ഇനി വരത്തില്ലായിരിക്കും, നീ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, നമുക്ക് ഉടനെ തന്നെ ശാന്തിപുരത്തിന് തിരികെ പോകണമെന്നൊക്കെ പറയാം. പക്ഷെ ഗൗരി പറഞ്ഞു, വേണ്ടമ്മേ, ഇപ്പം നമുക്ക് പോകണ്ടെന്ന് പറയാം. അതെന്താ?
പോവണ്ടെന്ന് പറയാണ്. കാരണം നന്ദുവിന് വാക്ക് കൊടുത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എവിടെയെങ്കിലും ഉത്സവം ഇവിടെ അടുത്ത് നടക്കുവാണെങ്കിൽ നമുക്ക് നന്ദുവിൻ്റെ അച്ഛനും അമ്മേനെ കണ്ടെത്താം, നമുക്കൊരു പ്ലക്കാർഡൊക്കെ പിടിച്ച് അവിടെ പോയി നിൽക്കാം, അങ്ങനെയാണെങ്കിൽ കണ്ടെത്താൻ കഴിയും എന്നൊക്കെ നന്ദുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നന്ദുവിന് വാക്ക് കൊടുത്താണ് ഗൗരിമോള്. ഈ സമയം ഗൗരിയുടെ മുഖം കണ്ടുകഴിഞ്ഞപ്പോൾ നന്ദയ്ക്ക് മനസ്സിലായി അവൾക്ക് ഇവിടെ വിട്ടുപോകാൻ ഒട്ടും താല്പര്യമില്ലെന്ന്. അങ്ങനെ ഗൗരി അവിടെ പിണങ്ങിയിരിക്കുന്ന സമയത്ത് നിർമ്മൽ അങ്ങോട്ടേക്ക് വരുവാണ്. നിർമ്മൽ വന്നിട്ട് ചോദിച്ചു, ആഹാ ഇതെന്ത് പറ്റി ഗൗരിമോൾ എന്ന് മുഖം വീർപ്പിച്ചിരിക്കുന്നേ? ആ അമ്മയായിട്ട് വഴക്കുണ്ടായി കാണും ഇന്നും അല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടതും ഗൗരി ഒന്നും മിണ്ടിയില്ല. അല്ല എന്നോട് സത്യം പറയില്ലേ, ഈ ലോറി അങ്കിളിനോട് സത്യം പറയില്ലേന്ന് ചോദിക്കാം. അതെ, ഈ അമ്മയോട് ഞാൻ പിണക്കാന്ന്. അതെന്ത് പറ്റി? അമ്മ പറയാ ഇനിയിപ്പം നന്ദുവിനെ ചികിത്സിക്കുന്നില്ല എന്നാ നമ്മളിവിടെ ശാന്തിപുരത്തിന് മടങ്ങിപ്പോവാന്ന്. അതെന്ത് പറ്റി അങ്ങനെ? എനിക്കറിയില്ല, അമ്മയെ പറഞ്ഞ്. നന്ദുവാണെ ഇങ്ങോട്ടേക്ക് വന്നുമില്ല. നന്ദുവിനെ ഒന്ന് വിളിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയാണെ ഫോൺ ഇട്ട് തന്നിട്ടില്ല എന്ന് പറയണം. ഇത് കേട്ട നന്ദയുടെ അടുത്ത് നിന്നിട്ട് നിർമ്മല ചോദിച്ചു, എന്താ നന്ദ ഇത്, നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കണമെന്ന് ചോദിക്കും. പിന്നല്ലാതെ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, നന്ദുവിനെ ചികിത്സിക്കുന്നില്ല, പിന്നെ ഇവിടെ നിൽക്കേണ്ട എന്തിനാ, ശാന്തിപുരത്ത് തന്നെ മടങ്ങിപ്പോവാന്ന് പറയാം. ഇത് കേട്ടതും നിർമ്മല പറഞ്ഞു, അതെ ഒന്ന് ആലോചിച്ചോ, ഒന്നുകൂടെ തീരുമാനം എടുത്താൽ മതി, ഇടപെടിയിൽ നിന്ന് അങ്ങ് ചാടിക്കയറി പോകണ്ടെന്ന് പറയണം. ഇത് കേട്ടതും നന്ദ പറഞ്ഞു, എനിക്കിനിയിപ്പോൾ ഒന്നും നോക്കാമല്ലോ നിർമ്മലെ, അവിടുത്തെ ജോലി കുറച്ച് ദിവസത്തേക്ക് എഴുതി കൊടുത്തിട്ടാണ് വന്നേക്കുന്നത്, എനിക്ക് തിരിച്ചു വന്ന് ഡ്യൂട്ടിക്ക് കയറണം എന്നൊക്കെ പറയണം. നിർമ്മല പറഞ്ഞു, സമാധാനപ്പെടാം, നമുക്ക് സാവകാശം പോവാം എന്ന് പറയണം. ഇടപെടിയിൽ നിന്ന് ധൃതിക്ക് ഒരു തീരുമാനം എടുക്കണ്ട, കാരണം നന്ദുവിൻ്റെ കാല് ചികിത്സിച്ചുകൊണ്ടിരിക്കുമല്ലേ, ഒരു പക്ഷെ എന്തായി തീരും എങ്ങനെയാ തീരുമെന്നും അറിയത്തില്ലോ. പോരാത്തിന് ഗൗരിയുടെ വിഷമം കൂടെ കണ്ടുകഴിഞ്ഞപ്പോൾ നിർമ്മലിന് സങ്കടമായിപ്പോയി. കാരണം ഗൗരിയും നന്ദു അത്രമാത്രം അടുത്തിട്ടുണ്ടായിരുന്നു. അവർ തമ്മിൽ ഒരു ബന്ധമുള്ള പോലെയാണ് അവരുടെ പെരുമാറ്റമൊക്കെ. രണ്ടുപേർക്കും കാണാതിരുന്ന കഴിയുമ്പോഴത്തേനും വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് നന്ദയ്ക്ക് നന്ദുവിനോട് പ്രത്യേക അടുപ്പുണ്ട്. ഒന്നുമല്ലേലും സ്വന്തം മോനല്ലേ, രക്തബന്ധമല്ലേ, അപ്പം എത്രയാന്ന് പോലും തിരിച്ചറിയാനായിട്ട് സാധിക്കുമല്ലോ. അപ്പം നന്ദു വരാതിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും നന്ദയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. കാര്യം പറഞ്ഞാൽ ഗൗതമിനോട് അങ്ങോട്ട് കയറില്ലെന്ന് പറഞ്ഞാലും നന്ദു അങ്ങോട്ട് ചികിത്സയ്ക്ക് വരാതിരിക്കുന്നു ഒരിക്കലും നന്ദ പ്രതീക്ഷ കാര്യമല്ല. നന്ദയ്ക്ക് വിളിക്കാനും ഒരു മടിയായിരുന്നു, നന്ദ വിളിക്കാനും പോയില്ല. ഈ സമയം നന്ദു അതേ വിഷമത്തിൽ തന്നെയായിരുന്നു, പോവണ്ടെന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു വിഷമത്തിലായിരുന്നു നന്ദു. ഈ സമയം നിർമ്മലിനെ കാണാനായിട്ട് അരുൺ ചെല്ലുന്നുണ്ട്. അരുൺ ചെന്നിട്ട് നിർമ്മലയുടെ കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. നീ ഇത് എന്തു ഭാവിച്ചാ, സത്യം പറ, നീയാണോ നന്ദയുടെ ഭർത്താവ് എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ നിർമ്മല ഒന്നും വിട്ടു പറഞ്ഞില്ല. നന്ദ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും പറയല്ലെന്ന്. ഇത് അങ്ങനെ പറയാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അരുണിന് ദേഷ്യമായി. അരുൺ പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് അത്ര വിശ്വാസമൊന്നും വന്നിട്ടില്ല, നിങ്ങൾ തമ്മിൽ എന്തോ ഒരു കള്ളക്കളി നടക്കുന്നുണ്ട്, എന്താണെങ്കിലോ തുറന്നു പറയാനൊക്കെ പറയണം. പക്ഷെ നിർമ്മലന് മറുപടി ഒന്നും പറഞ്ഞില്ല, വ്യക്തമായിട്ടൊരു ഉത്തരവും കൊടുത്തില്ല അരുണിനോട്. പിന്നീട് പറഞ്ഞു, നിങ്ങളെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ എങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല സത്യാവസ്ഥ, സത്യങ്ങളും അതല്ലെന്ന് പറയണേ, എനിക്കിത് കൂടുതലും തുറന്നു പറയാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മല അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോവുക ചെയ്തേ. അരുണിനോടൊന്നും പറഞ്ഞില്ല. പക്ഷെ അരുൺ അങ്ങനെ വിടാനായിട്ട് ഉദ്ദേശിച്ചില്ല. എങ്ങനെയാണെങ്കിലും ഇനി സത്യാവസ്ഥ കണ്ടെത്തണം എന്നൊക്കെ ഒരു ചിന്ത അരുണിൻ്റെ മനസ്സിലും ഉണ്ടായി. ഈ സമയം നന്ദൂട്ടൻ ആകെപ്പാടെ വിഷമത്തിലായിരുന്നു. പിന്നീട് നന്ദൂട്ടൻ എന്ത് ചെയ്യുകയാണ്, ടെറസിന് അങ്ങോട്ട് കയറി പോണ സമയത്താണ് പെട്ടെന്ന് അവിടെ നന്ദു തെന്നി വീണ് നന്ദു കരയുന്ന കേട്ടതും പിങ്കി ഓടി ചെന്നപ്പോഴത്തേനും നന്ദു തറയെ കിടക്കുന്ന കാഴ്ച കണ്ടേ. ഓടിപ്പോയി നന്ദുവിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. പക്ഷെ നന്ദുവിൻ്റെ കാലിന് നല്ല ഇതായിരുന്നു, കാലൊന്നും നടന്നു വരാൻ തുടങ്ങിയതുണ്ടായിരുന്നുള്ളൂ, ഓടാനൊക്കെ തുടങ്ങിയതുണ്ടായിരുന്നുള്ളൂ. പിങ്കിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. പിന്നീട് പിങ്കി നന്ദൂട്ടിനെ എടുത്തുകൊണ്ട് മുറിയിലേക്ക് കൊണ്ടുപോയില്ലാണ്. അപ്പത്തേനും ഗൗതം വന്നു കഴിഞ്ഞപ്പോഴത്തേനും നന്ദു ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നീട് നന്ദുവിന് കാല് പോലും നിലത്ത് കുത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര വിഷമമായിപ്പോയി. കാരണം നന്ദുവിൻ്റെ പ്രതീക്ഷകളെല്ലാം തകർന്ന് അവർക്ക് മനസ്സിലായി. നന്ദുവിന് റേസിംഗ് കോമ്പറ്റീഷൻ പങ്കെടുക്കാൻ പറ്റും എന്നൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ആ പ്രതീക്ഷ വീണ്ടും പോയി. വീണ്ടും നന്ദുവിന് മറ്റേ ബ്രേസേഴ്സ് ഒക്കെ വന്നു. ഇത്രയും ദിവസം അതൊക്കെ ഊരിയിട്ട് നടക്കുമായിരുന്നു. കാലില്ലാതെ ഇടേണ്ട ആവശ്യം വന്നില്ല. വീണ്ടും നടക്കണമെങ്കിൽ നന്ദുവിന് അതിൻ്റെ ആവശ്യം വേണ്ടി വന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പിങ്കിക്കും ഗൗതമത്തിനും ഭയങ്കര സങ്കടമായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ. എല്ലാം ഒന്ന് ഒതുങ്ങി വന്നതായിരുന്നു. പിന്നീട് 1-2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും നന്ദു എന്ത് ചെയ്യുവാണ്, ഗൗരിനെ ഫോൺ ചെയ്യുവാണ്. ഫോൺ എടുത്തിട്ട് ഗൗരിനെ ഫോൺ വിളിച്ചു. ഗൗരിയാണ് ഫോൺ എടുക്കുന്നത്. ഫോൺ എടുത്ത് കഴിഞ്ഞിട്ട് അവിടെ സംസാരിക്കുകയാണ്. പിന്നീട് ഗൗരി പറഞ്ഞു, അതെ നിനക്ക് നിൻ്റെ അച്ഛനും അമ്മേനെ കണ്ടെത്തേണ്ടെന്ന് ചോദിക്കും. അതിവിടെ അടുത്ത് ഒരു ഉത്സവം ഉണ്ടെന്നാണ് കേട്ടെ. ഒരു കാര്യം ചെയ്യാം, ഉത്സവത്തിൻ്റെ സമയത്ത് നമുക്ക് രണ്ടർക്കും അങ്ങോട്ടേക്ക് പോകാം, പ്ലക്കാർഡൊക്കെ ഞാൻ തയ്യാറാക്കാം, നീ വന്നാൽ മതി എന്ന് പറയണം. ഇത് കേട്ടതും നന്ദു പറഞ്ഞ് ഞാൻ റെഡിയെന്ന് പറയാണ്. പിന്നീട് ഗൗരി എന്ത് ചെയ്യുവാണ്, ഒരു പ്ലക്കാർഡൊക്കെ തയ്യാറാക്കുവാണ്. ഞാൻ അനാഥനാണ്, എൻ്റെ അച്ഛനും അമ്മേനെ എനിക്ക് കാണണം, എൻ്റെ അച്ഛനും അമ്മ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലക്കാർഡ് വലുതായിട്ട് എഴുതിയിട്ട് ഗൗരി അതിങ്ങനെ ഒരു പ്ലക്കാർഡ് സെറ്റ് ചെയ്ത് വെക്കുവാണ്. ഈ നന്ദ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഗൗരി എന്ത് ചെയ്യുവാണ്,
നന്ദുവിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു. കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവും വീട്ടിലാരോടും പറയാതെ ഇറങ്ങിപ്പോന്നു. അങ്ങനെ ഗൗരിയും നന്ദുവും കൂടെ എന്ത് ചെയ്യുവാണ്, ഈ പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങുവാണ്. പക്ഷെ ഇതൊന്നും രണ്ട് കുടുംബത്തിലും ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് കുട്ടികളെ കാണാതെ വരുമ്പോഴത്തേനും അന്വേഷിച്ച് വന്നപ്പോഴാണ് അവർ ഈ കാര്യങ്ങളൊക്കെ അറിയണേ. ഇതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് പോകുന്നത്. ഇനി അവസാനം എന്തായി തീരുമെന്ന് അറിയത്തില്ല. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.